ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും കേരളത്തിൽ. പാലക്കാട് റോഡ് ഷോ സംഘടിപ്പിക്കും. രാവിലെ 9:30 പാലക്കാട് മേഴ്സി കോളേജ് മൈതാനത്ത് എത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്കായി റോഡ് മാർഗം 5 വിളക്കിലെത്തും. പ്രധാനമന്ത്രിയുടെ പാലക്കാട് സന്ദർശനം BJPക്ക് ഒരു ഗുണവും ചെയ്യില്ലെന്ന് പാലക്കാട്ടെ LDF UDF സ്ഥാനാർത്ഥികൾ 24 പറഞ്ഞു. പ്രധാനമന്ത്രി മണ്ഡലത്തിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പാലക്കാട് നിയോജകമണ്ഡലത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ച അവഗണനയ്ക്ക് ഉത്തരം പറയുകയാണ് വേണ്ടത്. ദശാബ്ദങ്ങളായിട്ട് നമ്മൾ പാലക്കാട്ടിലെ ഭൂമി കൊടുത്ത് ഒരു കോച്ച് ഫാക്ടറിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്വകാര്യ കോച്ച് ഫാക്ടറി ഉടമകളെ സഹായിച്ച് പാലക്കാട് പോലെയുള്ള പ്രദേശങ്ങളുടെ വളർച്ചയെ തടയുകയാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ചെയ്തത്. ദുർനയങ്ങളുടെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനതയോട് യഥാർത്ഥത്തിൽ മാപ്പ് പറയുന്ന പ്രധാനമന്ത്രിയുണ്ട്. വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാനുള്ള പ്രധാനമന്ത്രിയുടെ അർഹതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇന്നലെ റിഹേഴ്സൽ പരേഡ് എന്ന് പറഞ്ഞ് നഗരത്തെ ശ്വാസം മുട്ടിക്കുന്നു ഒരു ഭാഗത്ത്. കഴിഞ്ഞ ഇലക്ഷനിൽ പ്രചണ്ഡമായ പ്രചരണം പ്രധാനമന്ത്രി ഒന്ന് നടത്തി. പക്ഷെ ജനങ്ങൾക്കത് ഓർക്കാന്നല്ല, കേരളത്തിൽ പ്രധാനമന്ത്രി വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വോട്ടും കൂടില്ല. കാരണം 10 വർഷത്തെ ജനങ്ങൾ വിലയിരുന്നത് 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണമാണ്. ഇന്ത്യ മുഴുവൻ പാവപ്പെട്ടവർക്ക് വിലക്കയറ്റം കൊണ്ടും പൊറുതിമുട്ടിയ ജനങ്ങളെ കൊള്ളയടിച്ച ഒരു ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി. നിഖിൽ, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഒപ്പം ഈ പരിപാടിയിൽ മറ്റ് നേതാക്കൾ, സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഇന്ന് പാലക്കാട് എത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാവിലെ 9:30 മേഴ്സി കോളേജ് ഗ്രൗണ്ടിലെത്തുന്ന പ്രധാനമന്ത്രി 5 വിളക്കിലേക്ക് റോഡ് മാർഗമെത്തും. അവിടെ നിന്നാണ് ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ റോഡ് ഷോ. 1.5 കിലോമീറ്റർ നീളുന്ന റോഡ് ഷോ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ശേഷം, പ്രചാരണത്തിലേക്ക് സ്ഥാനാർത്ഥികൾ ഇറങ്ങിയ ശേഷമുള്ള ആദ്യത്തെ റോഡ് ഷോയാണ് പ്രധാനമന്ത്രിയുടേത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി തുടർച്ചയായി പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നുണ്ട്. പാലക്കാടേക്ക് എത്തുമ്പോൾ എന്താണ് BJP പ്രവർത്തകരുടെ ആവേശം? നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്കുള്ള ക്രമീകരണങ്ങളൊപ്പം അനുഗമിക്കുന്ന നേതാക്കൾ, ഏതൊക്കെ സ്ഥാനാർത്ഥികൾ ഈ റോഡ് ഷോയിൽ ഭാഗമാകും? ഗോകുൽ, വലിയ ഒരുക്കങ്ങൾ തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ റോഡ് ഷോ, അതാണ് പാലക്കാട്ടെ ഈ റോഡ് ഷോയുടെ പ്രത്യേകത. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. പ്രധാനമന്ത്രി ഇന്നലെ കോയമ്പത്തൂരിൽ റോഡ് ഷോ പൂർത്തിയാക്കി. അദ്ദേഹം കോയമ്പത്തൂരിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ആദ്യ പരിപാടി പാലക്കാട്ടേതാണ്. സ്വാഭാവികമായിട്ടും അതിന് വൈകാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഞാനുള്ളത് ഈ റോഡ് ഷോ അവസാനിക്കുന്ന, അതായത് ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് 5 വിളക്കിൽ നിന്ന് തുടങ്ങി റോഡ് ഷോ അവസാനിക്കുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്താണ്. ഇവിടെ എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും, ഏതാണ്ട് 2000-ഓളം പോലീസിന്റെ സാന്നിധ്യമുണ്ട്. SPGക്കാണ് സുരക്ഷാ ചുമതല. അവരെല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ എത്തി സുരക്ഷാ മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. BJP മുന്തിയ പരിഗണന നൽകുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്കാണ് പാലക്കാട് തന്നെ അദ്ദേഹം ഏറ്റവും ആദ്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പരിപാടി എന്നുള്ളത് രാവിലെ 9:30 പ്രധാനമന്ത്രി ഈ മേഴ്സി കോളേജ് മൈതാനത്തേക്ക് എത്തിച്ചേരും. അവിടെയാണ് അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുക. തുടർന്ന് റോഡ് മാർഗം 5 വിളക്കിലേക്ക് എത്തും. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള പാലക്കാട്ട് 5 വിളക്കിലേക്ക് അദ്ദേഹം ഈ 9:30 അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം റോഡ് മാർഗം എത്തും. അവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക. ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരം ജില്ലാ ആശുപത്രിയും സുൽത്താൻപേട്ടും ഒക്കെ കടന്ന് 1.5 കിലോമീറ്റർ ഈ റോഡിലൂടെയാണ് റോഡ് ഷോ നടത്തുക. 1.5 ലക്ഷത്തോളം പേർ ഈ റോഡ് ഷോയുടെ ഭാഗമാകുമെന്നുള്ളതാണ് BJP പ്രവർത്തകർ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. എല്ലാ തരത്തിലുമുള്ള ക്രമീകരണങ്ങൾ അതിനുവേണ്ടി ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. മിനിഞ്ഞാന്ന് 3 തവണ ഹെലികോപ്റ്ററുകൾ ഇറങ്ങി ഈ മേഴ്സി കോളേജ് മൈതാനം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. CAA വിഷയത്തിലടക്കം അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരുപക്ഷെ ഇന്നത്തെ ഈ പരിപാടിക്കിടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ആളുകൾ ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചതിന് അപ്പുറത്ത് വന്ന് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം ആദ്യം എത്തുന്ന മണ്ഡലം എന്നുള്ള നിലയ്ക്ക് വലിയ പ്രാധാന്യം ഈ മണ്ഡലത്തിന് പാലക്കാടിനെ BJP കൽപ്പിക്കുന്നു എന്ന് വേണം നമ്മൾ കാണാൻ. അതോടൊപ്പം തന്നെ മലപ്പുറം, പൊന്നാനി സ്ഥാനാർത്ഥികളും ഇന്ന് വേദിയിലുണ്ടാകും. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യുക സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ്.
എന്തായാലും ഇനി പാലക്കാട്ടെയും സമീപ ജില്ലകളിലെയും ആളുകളൊക്കെ തന്നെ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. പ്രധാനമന്ത്രിയെ കാണാൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരും. ഇപ്പോൾ തന്നെ ശരി ആളുകളുടെ നിഖിൽ, ഒഴുക്ക് ഏതായാലും തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് വലിയ ആവേശകരമായ ഒരു റോഡ് ഷോയാണ് BJP ഒരുക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം, സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയ ശേഷം ഉള്ള ആദ്യ റോഡ് ഷോയാണ് കേരളത്തിൽ പ്രധാനമന്ത്രിയുടേത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.